നമ്മളിപ്പോൾ പോകുന്നത് കാളിമലയിലേക്കാണ്. അപ്പോൾ കാളിമലയിലേക്ക് പോകുന്ന വഴിക്ക് പിന്നെ അരുവിക്കര എത്തിയപ്പോൾ അരുവിക്കരയിലെ ചില സംഗതികൾ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, ഇത് അരുവിക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ നിന്നെടുത്ത ദൃശ്യങ്ങളാണ്. നല്ല ഒന്നാന്തരം ഒരു വെള്ളച്ചാട്ടം, നല്ല ഭംഗിയായിട്ട് പുഴ ഒഴുകുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് പോങ്ങുമൂട് അരുവിക്കരയാണ്. അതായത് തിരുവനന്തപുരത്ത് തന്നെ അരുവിക്കര എന്ന് പറയുമ്പോൾ 2 അരുവിക്കരയുണ്ട്. ഒന്ന് പോങ്ങുമൂട് അരുവിക്കരയുണ്ട്, വേറൊരു അരുവിക്കരയുണ്ട്. അപ്പോൾ ഇത് പോങ്ങുമൂട് അരുവിക്കര ഉള്ളതാണ് ഒരു ശാസ്താക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ പാലം. അപ്പോൾ ആ ക്ഷേത്രമൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. നല്ല ഭംഗിയായി ഈ സ്ഥലം എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് നല്ല വനപ്രദേശമാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന റൂട്ടൊക്കെ കുറച്ച് വനങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളാണ്. കണ്ടില്ലേ, അടിപൊളി, നല്ല സൂപ്പർ കാഴ്ചയാണ് കേട്ടോ. ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ച ഭയങ്കര രസമാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പൊങ്കാല സമർപ്പണം കണ്ടു. അപ്പോൾ പൊങ്കാലയ്ക്ക് അന്നദാന നിവേദ്യം കണ്ടു. അപ്പോൾ അവിടെ നിർത്തി കുറച്ച് അന്നദാനം വാങ്ങിച്ച് കഴിക്കാമെന്ന് വെച്ചു. കണ്ടില്ലേ, അങ്ങനെ അന്നദാനം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. കോടിക്കണക്കിന് ജൻധൻ അക്കൗണ്ടുകൾ വരെ, അജൽ സേതു വരെ, വേഗത മുതൽ വ്യാപ്തി വരെ. നമുക്കിപ്പോൾ കീഴാറൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ പൊങ്കാലയുടെ അന്നദാനം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, അടിപൊളി സൂപ്പർ അന്നദാനം. ചോറ് കണ്ടില്ലേ, ചോറ്, അവിയൽ, തോരൻ, ചോറിനടിയിലായിപ്പോയി കണ്ടില്ലേ, തോരൻ, നാരങ്ങ, അച്ച, സലാഡ് എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളി ഊണ്. അപ്പോൾ അങ്ങനെ നമുക്കങ്ങനെ ദേവിയുടെ അനുഗ്രഹം കിട്ടാനുള്ളൊരു ഭാഗ്യം കൂടെ ഉണ്ടായി. ഓക്കെ, ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ സദ്യ. കീഴാറൂർ ശ്രീ രാജേശ്വരി ക്ഷേത്രത്തിലെ പൊങ്കാലയോട് അനുബന്ധിച്ച് നമ്മൾ വരുന്ന വഴിക്ക് ഊണ് കഴിച്ചതാണ്. ഒന്നും പറയാനില്ല, കിടിലൻ ഊണ്, സൂപ്പർ, കൊള്ളാം, നല്ല സൂപ്പർ ഊണായിരുന്നു. അപ്പോൾ ഊണൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ വീണ്ടും കാളിമലയിലോട്ടുള്ള യാത്ര തുടരുകയാണ്.
നമ്മളങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാളിമല എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. കാളിമല ക്ഷേത്രത്തിലോട്ട്. അപ്പോൾ നമുക്ക് കാളിമല ക്ഷേത്രത്തിലോട്ടുള്ള റൂട്ടാണിത്. കണ്ടില്ലേ, കുറച്ച് ദുർഘടമായ വഴിയാണ്, എങ്കിലും നമ്മളിപ്പോൾ കാളിമലയിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഓക്കെ, കാളിമല ക്ഷേത്രം അതായത് പ്രശസ്തമായ ഒരു മലയോര ക്ഷേത്രമാണിത്. അപ്പോൾ ഇത് വിശുദ്ധ തീർത്ഥാടനത്തിന് പിന്നെ വളരെ പേരുകേട്ട ഒരു ക്ഷേത്രമാണ്. ഇത് ശരിക്കും കേരള തമിഴ്നാട് അതിർത്തിയിൽ വെള്ളറടയ്ക്ക് സമീപം പത്തുകാണിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കാളിമലയും അതിൻ്റെ ആ പരിസര പ്രദേശങ്ങളുമൊക്കെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ പ്രദേശത്തെ പ്രാദേശിക ഗോത്രവർഗക്കാർക്ക് പിന്നെ നൽകിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സഹ്യൻ്റെ പുണ്യഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാളിമല എന്ന് പറയുന്നത്. അതിമനോഹരമായ ദൃശ്യവിസ്മയങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാളിമല എന്ന് പറയുന്നത്. ഈ ശരിക്കും മലയാള മാസത്തിലെ മേടമാസത്തിലെ ചിത്രാ പൗർണമി ദിനത്തിൽ ദേവിയുടെ ഭാഗമായി കരുതപ്പെടുന്ന സ്ത്രീകൾ അവരുടെ പിന്നെ വിശുദ്ധ കാമത്തിൽ പൊങ്കാല അർപ്പിക്കുന്നു എന്നാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ നിലവിളക്കിൻ്റെ ദീപാലങ്കാരം, നിറപറ, ചെണ്ടമേളം എന്നിവയുടെ അന്തരീക്ഷം നിത്യാനന്ദമായി മാറും. ദേവി തൻ്റെ ഭക്തരെ ശക്തി, വിദ്യ, സ്ഥിതി, സ്മൃതി എന്നിങ്ങനെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മാതൃപൂജയിൽ നിരവധി സ്ത്രീകൾ പങ്കെടുക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാളിമലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാര്യം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പൊങ്കാല അർപ്പിക്കുന്ന, അതായത് പൊങ്കാല അർപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ധാരാളം സ്ത്രീകൾ ഈ ചിത്രാ പൗർണമി ദിവസം ഈ മല ചവിട്ടി ഇവിടേക്ക് വരാറുണ്ടെന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നെ ഈ അവസരത്തിൽ ഈ വിശുദ്ധ ക്ഷേത്രം സന്ദർശിക്കുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ ശരിക്കും വിപുലമായ ക്രമീകരണങ്ങളാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികൾ ഒരുക്കിയിട്ടുള്ളത്. ശരിക്കും പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമനുസരിച്ച് ശ്രീ അഗസ്ത്യമുനി കാളിമലയിൽ തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അഗാധമായ ധ്യാനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സന്തുഷ്ടരായ ശ്രീധർമ്മശാസ്താവും ശ്രീ ദുർഗാദേവിയും അവരുടെ ദിവ്യരൂപങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി. അന്നു മുതൽ ലൗകികതകളിൽ അധ്വാനിക്കുന്ന ഭക്തർക്ക് കാളിമലയിൽ അവരുടെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് തുടർന്നു. ഭക്തർ കഠിനമായ ഉപവാസം അനുഷ്ഠിക്കുകയും ഇരുമുടിക്കെട്ടുമായി ആനന്ദകരമായ ദർശനം നടത്തി വരികയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം. അവർ മോക്ഷം നേടുന്നതിനായി വിഗ്രഹത്തിനും നാളികേരം അഗ്നിക്കും അതേപോലെ തങ്ങളുടെ ആത്മാവിൻ്റെ ശക്തിയെ പ്രീതിപ്പെടുന്നതിനായിട്ട് നെയ്യും ഒക്കെ അവിടെ സമർപ്പിക്കുന്നു എന്നാണ് സങ്കല്പിക്കുന്നത്. നല്ല കുത്ത് കയറ്റമാണ്. അപ്പോൾ നമ്മളിവിടെ പാറയുടെ മുകളിൽ കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ വഴി നമ്മൾ ഈ മരുത്വാമര കയറിയ പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയൊന്നുമല്ല. കല്ലൊക്കെ ഇട്ട് പാകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുത്ത് കയറ്റമാണ്. നമ്മൾ കുറേ കയറി കഴിയുമ്പോഴത്തേനും ക്ഷീണിക്കും. അപ്പോൾ കുറച്ച് നേരം കണ്ടില്ലേ പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കാമെന്ന് വെച്ചു. അയ്യോ ഊപ്പാട് വരും. അപ്പോൾ നമുക്കിനിയും ബാക്കി അങ്ങോട്ട് കയറണം. നല്ല ദൂരമുണ്ട്. കണ്ടില്ലേ, ഇനി ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ടെന്നാണ് പിന്നെ അറിഞ്ഞത്. ബാക്കി നമുക്ക് കയറാം. അഗസ്ത്യമുനി തൻ്റെ തപസ് ചെയ്തതായി പറയപ്പെടുന്ന സ്ഥലത്തിനടുത്താണ് കാളിമലയിൽ കാളീതീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കലും വറ്റാത്ത കാളീതീർത്ഥം ഗംഗയ്ക്ക് തുല്യമായി പവിത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ പൊങ്കൽ മഹോത്സവം സമയത്ത് ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ശ്രീ നാഗയക്ഷിക്ക് അർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൂജയാണ് സന്താന സൗഭാഗ്യ പൂജ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജനക്കൂട്ടം മംഗളകരമായ ഈ പൂജയിൽ ആവേശത്തോടെ പങ്കെടുക്കാറുണ്ട്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. ഈ കാളിമല ക്ഷേത്രം കുരിശുമലയുടെ കിഴക്ക് ഭാഗത്താണ്. ശരിക്കും കുരിശുമല എന്ന് പറഞ്ഞ മറ്റൊരു മലയും കൂടെ ഉണ്ട്. അതേ പർവ്വതത്തിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കുരിശുമലയും കാളിമലയും ഒരേ പർവ്വതത്തിൽ തന്നെയാണ്. പിന്നെ കാളീദേവിയുടെ പർവ്വതം, അതായത് കാളിമല എന്ന വാക്കിന്റെ അർത്ഥം കാളീദേവിയുടെ പർവ്വതം എന്നാണ്. ക്ഷേത്രം ഘടനാപരമായി വളരെ ചെറുതാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ കാളിയുടെ മനോഹരമായ ഒരു വിഗ്രഹം. മലയെന്നൊന്നും പറഞ്ഞാൽ പോരാ, നല്ല കിടുക്കാച്ചി മലയാണ്. നമ്മൾ ഊപ്പാട് വരും, കാരണം നല്ല കുത്ത് കയറ്റമാണ്. എന്നാലും കുഴപ്പമില്ല. അയ്യോ നമ്മൾ നല്ല ക്ഷീണിച്ച് കേട്ടാ. വെള്ളമൊക്കെ ഒരു 3 ലിറ്ററെങ്കിലും മിനിമം
ഒരാൾക്കൊരു 2 ലിറ്റർ വെച്ച്, 2 പേരുണ്ടെങ്കിൽ ഒരു 4 ലിറ്റർ, ഒരാൾക്കൊരു 3 ലിറ്റർ, എന്നെ സംബന്ധിച്ചുള്ള ഒരു 3 ലിറ്റർ വെള്ളം കിട്ടുന്നു. അതൊക്കെ കൊണ്ടേ ഈ മല കയറാവൂ. കാളിമല ഒരു ദുർഗാദേവി ക്ഷേത്രമാണ്. നമുക്ക് ഈ ഒരു വണ്ടിയൊന്നും പോകത്തില്ല, നമ്മൾ നടന്ന് തന്നെ കയറണം. നമുക്ക് നോക്കാം. നല്ല നല്ല മനോഹരമായ ഒരു പിന്നെ എന്താ ദൃശ്യഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ഏരിയയൊക്കെ. അടിപൊളി. ഞാൻ കുറേ കാലം കൊണ്ട് ഇവിടെ വരണമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുക, പക്ഷേ ഇപ്പോഴത് പറ്റിയത്. എന്തായാലും നമുക്ക് കയറാം. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട് താഴെ നമുക്ക് മുകളിലെത്താനായിട്ട്. പിന്നെ അഗസ്ത്യമുനി തപസ് ചെയ്തതായി പറയപ്പെടുന്ന സ്ഥലത്തിനടുത്ത് കാളിമലയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു കാളി തീർത്ഥം. അപ്പോൾ അത് വളരെ മനോഹരമാണ്. നമുക്കത് മേപ്പോട്ട് പോകുന്ന സമയത്ത് കാണാം. 6 കിലോമീറ്റർ നമ്മൾ നടന്നാണ് ഇതിൻ്റെ മുകളിലെത്തുന്നത്. പൂപ്പാട് വരും. ഈ ശരിക്കും പറഞ്ഞാൽ പ്രധാനമായിട്ടും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള ദുർഗാഷ്ടമി സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഭക്തജനങ്ങൾ ഇവിടെ കൂടുതലും പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുന്നതും പൊങ്കാലയിടുന്നതും ഒക്കെ. അതുകൂടാതെ തീർത്ഥാടകരല്ലാതെ ഈ കോടമഞ്ഞും മൂടൽമഞ്ഞും ഒക്കെ ആസ്വദിക്കാനായിട്ട് സീസണുകളിലും അവിടെ പോകുന്നത് വളരെ രസമാണ്. കാരണം ഈ സീസണിലെ ടൂറിസ്റ്റുകൾ, ഈ തീർത്ഥാടകരല്ലാത്ത ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നത് വളരെ പ്രാധാന്യമായി. ഇവിടെ ഒരു അടിപൊളി സൂപ്പർ ഒരു കിണർ കണ്ട് കേട്ടോ. കിണർ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഈ പാറയുടെ ഊറ്റാന്ന് തോന്നുന്നു. പാറയുടെ ഊറ്റ് വന്നിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല തണുപ്പുള്ള, നമുക്കൊന്ന് നോക്കാം കിണർ കേട്ടോ. അതേ ആരോ നെറ്റൊക്കെ ഇട്ട് അതിനകത്ത് പൊടി അഴുക്കൊന്നും വീഴാതെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് സത്യം പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളമേ എടുത്തുള്ളൂ. ദാഹിച്ച് വലഞ്ഞ ഇങ്ങോട്ട് വന്നേ. അപ്പം നമുക്ക് അവിടുന്ന് കുറച്ച് പിന്നെ വെള്ളം കുപ്പിക്കകത്ത് പിടിക്കാം. ദാഹിച്ച് ഊപ്പാട്. അടിപൊളി കണ്ടില്ലേ, സൂപ്പർ ഒരു പാറയ്ക്കകത്ത് തന്നെയാണ്. ഞങ്ങളവിടെ തൊട്ടിയും ഒരു കയറും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കോരിയെടുക്കാം. വെള്ളം കോരിയെടുത്ത് നമുക്ക് ഇത്തിരി വെള്ളം കുടിക്കാം. അയ്യോ ഊപ്പാട് വന്നു. അതിൻ്റെ കൂടെ ഈ വെയിലും പിന്നെ എല്ലാം കൂടെ ഈ മലകയറ്റവും എല്ലാം കൂടെ നല്ല കോള. അയ്യോ. അപ്പോൾ കുപ്പിക്കകത്ത് ഇത്തിരി വെള്ളമൊക്കെ പിടിച്ചുകൊണ്ട് വേണം ഇനി മേപ്പോട്ട് പോകാൻ. കുപ്പി എടുത്തതും ഒരു ചെറിയ കുപ്പിയായിപ്പോയി. ആവശ്യത്തിന് ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് വേണം നമുക്ക് മേപ്പോട്ട് പോകാൻ, അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല. കാരണം മുകളിലോട്ട് പോകുമ്പോൾ അവിടെ കടകളുണ്ട്, മോൾ ഭാഗത്ത് കടകളുണ്ട്, പക്ഷെ നമുക്ക് അത്ര വലിയ ഉറപ്പില്ല. നോക്കട്ടെ. ഇതൊരു ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. ഈ വരുന്ന വഴിക്ക് ഈ വെള്ളം പിന്നെ ഇങ്ങനൊരു സൗകര്യമുള്ളത് വലിയ ആശ്വാസമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ പൈപ്പും അതുപോലെ തന്നെ ടാങ്കും ഒക്കെ കണ്ടു, പക്ഷെ ഒന്നിലും വെള്ളമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് എന്തോ പിന്നെ വെള്ളം ഇപ്പോൾ അവിടെ സ്റ്റോർ ചെയ്യുന്നില്ല. അയ്യോ സത്യം പറഞ്ഞാൽ തീർത്ഥജലം കിട്ടിപ്പോയി. ഓ നല്ല തണുത്ത സൂപ്പർ വെള്ളം. ഇവിടെ മൊത്തം വിജനമാണ് കേട്ടോ. ഈ നമ്മൾ ഇത്രയും കയറിയപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നൊരു മനോഹരമായ കാഴ്ചയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ അഗസ്ത്യപർവ്വതത്തിൻ്റെ ആ ഭാഗങ്ങളെ നല്ല രസമാണ്. മല ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നത് നല്ല രസമുണ്ട്. നമ്മുടെ ആശാന് ഇവിടെ വന്നപ്പോഴത്തേനും ക്ഷീണിച്ച് അവൻ്റെ ഉപ്പാട് വന്നു. അപ്പോൾ അവനെ ഒരു കുളിസി ഞാൻ കാണിച്ചു തരാം. അവൻ ഈ കിണറ്റിൽ നിന്ന് തന്നെ കുളിക്കാൻ തീരുമാനിച്ചു. ഇപ്പം കാണിച്ചു തരാം. അടിപൊളി സെറ്റപ്പാണ്. അവൻ ഇവിടെ തന്നെ ഒന്ന് കുളിക്കാമെന്ന് വെച്ചു. കണ്ടില്ലേ ഫ്രഷായ അടിപൊളി. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി, മുമ്പേ വെള്ളം കുടിച്ച കിണറ്റിൽ നിന്ന് തന്നെ ഇത്തിരി വെള്ളം കോരി അവൻ കുളിച്ചോണ്ടിരിക്കുക. ഞാനും ഒന്ന് കുളിച്ചാൽ എന്താ ആലോചിക്കണം. കാരണം അത്രയ്ക്ക് ഉഷ്ണം ഭയങ്കര. ഇത് നമുക്ക് ഞാൻ നോക്കട്ടെ തിരിച്ചിറങ്ങുമ്പോൾ കുളിക്കാം. ഇപ്പോൾ കുളിച്ചാൽ വീണ്ടും കയറുമ്പോഴത്തേനും വീണ്ടും അഴുക്കാവും. ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ കുളിക്കാം. അടിപൊളി കേട്ടോ. നല്ല ഒന്നാം തരം കാലാവസ്ഥ. വെള്ളം നല്ല തണുപ്പ്, സുഖമുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാട്ടിക്കുളി കണ്ടിട്ടുണ്ടോ? കാട്ടിൽ കുളി. ഇപ്പം കാട്ടിൽ കുളിക്കാൻ പോവാം. കണ്ടോണം. ഇവിടെ ബക്കറ്റ് ഇവിടെ കിണറുണ്ട്. ദീപൊക്കെ ഞാൻ കുളിക്കാം. അടിപൊളി.
അടിപൊളി തണുപ്പാണ് കേട്ടോ. ഇത് ഈ പുലിമുരുകൻ വേട്ടയാടിയിട്ട് ഒന്ന് കുളിക്കുന്നൊരു കുളിയുണ്ടല്ലോ, അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അടിപൊളി, സൂപ്പർ പൊളി. മുരുക മുരുക പുലി മുരുക എന്നമ്പല ഉയരണം മുരുക. അയ്യോ അയ്യോ, വീണ്ടും പോയടാ. അങ്ങനെ നമ്മുടെ തൊട്ടി വെള്ളത്തിൽ പോയി ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങിയെടുക്കാം. ഇറങ്ങാൻ വലിയ ആഴമൊന്നുമില്ല. സൂപ്പർ തണുപ്പാ കേട്ടോ വെള്ളത്തിന്. അടിപൊളി സെറ്റപ്പ്. സകല ക്ഷീണവും ബുദ്ധിമുട്ടും എല്ലാം അങ്ങ് മാറും. സൂപ്പർ, കൊള്ളാം, അടിപൊളി. ഒരുമാതിരി നല്ല തണുത്ത വെള്ളം കേട്ടോ. ഈ ചൂടത്തിതേ നല്ല രസമുണ്ട് കുളിക്കാൻ. കിടക്കാച്ചി സെറ്റപ്പ്. ഒരു കുളി കഴിയുമ്പോൾ നല്ല ഫ്രഷായി. ഇനിയിപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് മഴയാം. അടിപൊളി. അയ്യോ ഓഫീടാ, ഞാൻ തുണിയില്ലാതെ നിൽക്കുന്നത്. നമ്മളങ്ങനെ അടിപൊളി ഒരു കാട്ടിക്കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഇപ്പം സത്യത്തിൽ നല്ലൊരു ഫ്രഷായി കേട്ടോ. ഇനിയിപ്പോൾ നല്ല ദൂരമുണ്ട് കേട്ടോ കയറാൻ. ഉപ്പാട് വരും, നോക്കാം. നമ്മളപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര വിജനം. ഒരൊറ്റ മനുഷ്യ കുഞ്ഞുങ്ങളില്ല ഇവിടെ കേട്ടോ. നമ്മൾ മോളിൽ ചെന്ന് കഴിയുമ്പോൾ കാണാമായിരിക്കാം, പക്ഷേ വളരെ കുറവാണ്, ആളുകൾ വളരെ കുറവാണ്. ശരിക്കും ഇവിടെ ഈ മറ്റേ ചിത്രാപൗർണമിയിലെ ദുർഗാഷ്ടമി സമയങ്ങളിലൊക്കെ മാത്രമേ ഇവിടെ തിരക്ക് അനുഭവപ്പെടുത്തൂ. ഞാൻ മുമ്പ് ഇവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ കയറ്റി വിടത്തില്ല. പിന്നെ ഒരു പ്രാവശ്യം എന്നെ കയറ്റി വിട്ടില്ല, ഒരു പ്രാവശ്യം കയറ്റി വിട്ടു. പക്ഷേ ഇത്രയും നല്ല വഴികളൊന്നുമില്ല. കുറച്ച് പിന്നെ ഇതിലും നിബിഡമായ വനമാണ്. അപ്പോൾ വഴിയൊക്കെ കുറച്ചുകൂടെ നല്ല സേഫായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അയ്യോ, അടിപൊളി സൂപ്പർ സ്ഥലം. ഒരു മാനും മാഞ്ചാടി ഒന്നുമില്ലാതെ നമ്മൾ ഒറ്റപ്പെട്ടാണ് നടക്കുന്നത് കേട്ടോ. ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ വിജനമാണ്. പിന്നെ ശരിക്കും ഈ ദുർഗാഷ്ടമി സമയങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ വിശേഷങ്ങളൊക്കെ ഉള്ള സമയത്ത് മാത്രമേ ഇവിടെ ജനങ്ങൾ കൂടത്തുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഇവിടെ വളരെ വിജനമാണ്. നമുക്ക് എന്തായാലും ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇവിടുത്തെ അടിപൊളി സീനറിയാണ് കേട്ടോ. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഇതിനകത്ത് ചന്ദനമരങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ചന്ദനം എന്ന് പറഞ്ഞാൽ തണുത്ത സ്ഥലങ്ങളിലല്ലേ, നല്ല തണുപ്പുള്ള സ്ഥലത്തല്ലേ ശരിക്കും പറഞ്ഞാൽ വളരാറ്. പക്ഷെ ഇവിടെ ചന്ദനമരങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു സൂപ്പർ സീന് കേട്ടോ. ഇത് മൊത്തം കൊക്കയാണ് കേട്ടോ. ഇതുവഴി അങ്ങോട്ട് ഇറങ്ങാൻ വഴിയുണ്ട്. അവിടെ എന്താ സംഭവം ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അല്ലേ വേണ്ട, പോവാ. അങ്ങോട്ട് ഇറങ്ങണോ? ഒന്ന് ഇറങ്ങി നോക്കാം. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നെങ്കിലേ ഈ കൊക്കെ ഉള്ളൂ. അയ്യോ, അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തത്തിൽ തൂക്കായിട്ട് കിടക്കുന്നതാണോ? അങ്ങോട്ട് ഇന്ന് നോക്കാം. ഓ, തൂക്കല്ല കേട്ടോ. ഇതിങ്ങനെ ചരിഞ്ഞ് ഒരു പ്രദേശമാണ്. ഇത് തൂക്കായിട്ട് കിടക്കുന്നതല്ല. അവന് വേറെ വലിയ പേടിക്കണ്ട, വീഴാതെ സൂക്ഷിച്ചാൽ മതി. വീണ് കഴിഞ്ഞാൽ താഴെ ചെന്ന് പുറക്കെടുക്കാം. അയ്യോ, കുറച്ച് അപ്പുറത്തോട്ട് ചെന്നാൽ തൂക്കാം കേട്ടോ. അടിപൊളി സൂപ്പർ സീനറി കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ മണ്ടത്തരമായിപ്പോയിനെ കേട്ടോ.
ഓ എന്നോ സെറ്റപ്പ് എന്നറിയാമോ, കിടിലൻ. ഇതിൻ്റെ കാഴ്ച നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രദേശം മൊത്തം ഇതിനകത്ത് കാണാം കേട്ടോ. കിടിലൻ. എൻ്റെ അവിടെ താഴെ കണ്ടില്ലേ നല്ല പച്ചപ്പ്. ഉഫ്, അടിപൊളി, സൂപ്പർ. ഓ പിന്നെ പറഞ്ഞില്ലേ ഇത് 3000 അടിയായി ഇതിൻ്റെ ഹൈറ്റ് സമുദ്രനിരപ്പിൽ. നമ്മൾ അത്രയും ദൂരമായി നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മൂ ഒന്നും പറയണ്ട. ഇനി എത്ര ദൂരം ഉണ്ടോ എന്തോ. 2 സൈഡിലും നല്ല കാടാ കേട്ടോ, വനമാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് മുകളിലെങ്ങും താമസക്കാരൊന്നുമില്ല കേട്ടോ, ആൾതാമസമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. മുകളിൽ എനിക്കൊന്ന് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ഭാരവാഹികളും ഒക്കെ മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ വേറെ അവിടെ ഈ വീട് വെച്ച് താമസിക്കുന്ന ആളുകളൊന്നും ഇല്ല. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 4 വീലർ ജീപ്പ് ഉണ്ട്. അപ്പോൾ അത് 4 വീലർ ജീപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫോൺ നമ്പരും ഒക്കെ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് ചിലയിടത്ത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ജീപ്പിലും വരാം. അതായത് നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പിലും വരാം ഇവിടെ. പിന്നെ ഈ മുകളിലത്തെ ഈ മെഡിക്കൽ ടീമുകളൊക്കെ ഉണ്ട് മുകളിൽ, അതായത് വൈദ്യസഹായത്തിന് വേണ്ടിയിട്ട്. അതെനിക്ക് തോന്നുന്നു ഇപ്പം ഈ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ഒരു കാലമാണ്. അതായത് ക്ഷേത്രത്തിലെ തീർത്ഥാടനമല്ല, കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ഒരു സമയമായി ഇപ്പം. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഈ മെഡിക്കൽ ടീമുകളൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം പോലീസുകാരുണ്ട്. അയ്യോ, നടന്നങ്ങനെ കൂപ്പാട് വന്നു. കുളിച്ചെൻ്റെ സുഖമെല്ലാം പോയി. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉള്ളെന്നാ പറഞ്ഞത്. നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് 2 പേരെ കണ്ടേ. അപ്പോൾ കുറച്ചുകൂടെ കയറിയാമെന്നാ പറഞ്ഞത്. നല്ല ടൈറ്റാണ് കയറ്റം പറഞ്ഞാൽ നമുക്ക് മൂക്കിന്ന് തറയിലിടിക്കുന്നുള്ള കയറ്റം, കുത്തുകയറ്റം. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മുടെ മരുത്വാമല കയറി അത്രയും ബുദ്ധിമുട്ടില്ല ഇവിടെ കയറുന്നതിന്. കാരണം കുറച്ചുകൂടെ നല്ല വഴികളാണ്. മരുത്വാമല എന്ന് പറയുമ്പം വഴിയില്ലല്ലോ, നമ്മൾ ജസ്റ്റ് പിടിച്ച് പാറക്കലിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ കാട്ടിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കയറിപ്പോയില്ലേ. അപ്പം അതിനൊക്കെ കുറച്ചുകൂടെ നല്ല വഴിയാണ്. അതുകൊണ്ട് സേഫായിട്ട് കയറിപ്പോ. അപ്പോൾ ഇവിടെ ഒരു ദുർഗാക്ഷേത്രവും തൊട്ടപ്പുറത്തൊരു കുരിശടി ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയും. ഈ കുരിശടി എന്ന് പറയുന്നത് പണ്ട് ഇവിടെ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു സ്വാമിയോട് ഒരു വൈദികനായ ക്രൈസ്തവ വൈദികൻ വന്ന് കുരിശ് വയ്ക്കാൻ സ്ഥലം ചോദിക്കുന്നു. അങ്ങനെ ആ കുരിശ് വയ്ക്കാൻ കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ ആ കുരിശടി വന്നിരിക്കുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഈ കുരിശുമല കയറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വിശേഷാൽ ചടങ്ങ്. അപ്പോൾ അതൊക്കെ ഞാൻ യാത്രയിൽ ഉടനീളം അതിൻ്റെ കഥകൾ പറഞ്ഞുതരാം. അയ്യോ, കുരിശുമലയ്ക്ക് കയറാനുള്ള വഴി വേറെയാണ്. ഇതുവഴിയും നമുക്ക് നേരെ ഈ ക്ഷേത്രം കഴിഞ്ഞ് പിന്നെ കുരിശടിയിലോട്ട് പോകാം. പക്ഷെ കുരിശുമലയ്ക്ക് പോകാനുള്ള വഴി വേറെയാണ്. അതായത് ഏകദേശം ഇവിടെ നിന്ന് 10 കിലോമീറ്ററോളം അപ്പുറം ചെല്ലണം. അപ്പോൾ അത് താഴേന്ന് കയറി വരുന്ന സമയത്ത് തന്നെ മൊത്തം 14 കുരിശുകൾ വെച്ചിട്ടുണ്ടെന്നാണ്. അതായത് ഈ 14 കുരിശുണ്ട്. അപ്പോൾ ഓരോ കുരിശിനും ഓരോ പ്രാധാന്യമാണ്. അതായത് ഈ പീഡാനുഭവങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. 14 പീഡാനുഭവങ്ങളെക്കുറിച്ച് പീഡാനുഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ 14 കുരിശെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 12 കുരിശ് വരെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഏകദേശം സ്ഥലത്തെത്തി 12 കഴിഞ്ഞ് 12, 13, 14 നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. പിന്നെ താഴെ ശരിക്കും പറഞ്ഞാൽ 7ാമത്തെ കുരിശ് കഴിഞ്ഞിട്ട് 8ാമത്തെ കുരിശ് തൊട്ടാണ് ശരിക്കും തമിഴ്നാടിൻ്റെ അതിർത്തി. ശരിക്കും ഇത് നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഈ 7ാമത്തെ കുരിശ് വരെ കേരളമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.